സോ ഇന്നത്തെ വീഡിയോ വെറും 3 പ്രൊഡക്ട്സ് വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്കിന്ന് എങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഈ 3 പ്രൊഡക്ട്സ് ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അപ്പോൾ കുറച്ച് റൂട്ടീൻ ഫോളോ ചെയ്തിട്ടായിരുന്നു. സോ അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ this video is for those who have oily acne prone skin. Even if you are a boy or a girl, trust me guys, this is gonna help you so much. പൊതുവേ ഇങ്ങനത്തെ ഒരു സ്കിൻ കെയറിൻ്റെയൊക്കെ അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാമെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു. ഓക്കെ, ഞാൻ ഒത്തിരി പ്രൊഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇവിടെ കണ്ടോ, ഇതിൻ്റെ സ്കിൻ കെയറിൻ്റെ മാത്രമുള്ള ടേബിൾ. അത്രയും പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒരൊറ്റ ഒന്നും വർക്കായിട്ടില്ല. വർക്കായ 3 ആളെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. സോ അപ്പം അത്രയും ആൾക്കാർ എന്നെ ചതിച്ചതാണ്. വെറുതെ പൈസ പോയി എന്നല്ലാണ്ട് നിങ്ങളുടെ ആരുടെ അങ്ങനെ പൈസ പോകണ്ടക്കട്ടെ. ഈ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുള്ളൊരു ഞാൻ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പ്രൊഡക്ട്സ് വാങ്ങും, ഒറ്റൊന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല, പകരം അത് നമുക്ക് ഇങ്ങനെ ഓരോ ആക്നീസും തന്നു പോവുക. സോ വളരെ ഹൈപ്പ് കിട്ടിയ പല പ്രൊഡക്ട്സും അവിടെ കിടക്കുന്നുണ്ട്. ബിക്കോസ് അതൊന്നും എൻ്റെ സ്കിന്നിന് വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ ആൻഡ് ദിസ് ഈസ് ഗോണ ഹെൽപ്പ് യു പീപ്പിൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്തത് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. സോ ഐ എം ഗോണ ഷോ യു ദ ഫേസ് വാഷ്. പ്രൊഡക്റ്റ് നമ്പർ 1 ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എത്തിഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസി ഫേസ് വാഷാണ്. ഇത് സ്കിൻ വൈറ്റനിങ്ങിന്, ഡീപ്പ് ക്ലെൻസിങ്ങിന്, ഫേഷ്യൽ ഫോമിന് ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഞാൻ നല്ലോണം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 250 ബിലോ ആയിരിക്കും വരിക. 250 അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള MRP എത്രയാണ് നോക്കട്ടെ. 260 ആണ് ഇതിൻ്റെ അകത്തുള്ള MRP. ഞാനിതൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങളിത് ആമസോണിലൊക്കെ വാങ്ങിക്കുമ്പോൾ 200 ആ റേഞ്ചിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. സോ 300 ബിലോ ഉള്ള ഈ ഒരു ഫേസ് വാഷ് നിങ്ങളെ സ്കിന്നിൻ്റെ ഈ ആക്നീസും പിന്നെ എന്താ പറയുക ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് റിമൂവ് ചെയ്യും. ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ആവുമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇച്ചിരി ടാനൊക്കെ മാറ്റാനും, പിന്നെ അത്യാവശ്യം ഫോമിങ് ക്ലെൻസർ ആയത് നമുക്ക് നല്ല അത്യാവശ്യം ജെൻറ്റിൽ ക്ലെൻസേഴ്സ് നമ്മൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് വർക്കൗട്ട് ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് എത്തിഗ്ലോ. ഞാനിതിൻ്റെ ഫോട്ടോ ഇവിടെ വേറെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആണ് നിങ്ങൾക്കൊരു ഫേസ് വാഷ്. ഇത് ഞാൻ AM ആൻഡ് PM റൊട്ടീനിൽ ഒരേ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിനാ വെറുതെ AM-ലിരുന്ന് PM-ലൊന്ന് സ്കിൻ കെയറിൻ്റെ കേസ് വരുമ്പം നിങ്ങൾ ഏറ്റവും വളരെ സ്റ്റെപ്സ് കുറയ്ക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് തരും. കാരണം 10 സ്റ്റെപ്പുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ 10 സ്റ്റെപ്പ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളെ ഞാൻ വെറും ഇപ്പോൾ 3 സ്റ്റെപ്പിലോട്ട് മാറി. സോ അതാണ് പ്രൊഡക്റ്റ് നമ്പർ 1. ഇനി പ്രൊഡക്റ്റ് നമ്പർ 2 കാണിച്ചത്. ഓക്കെ, ഹിയർ കംസ് ദ പ്രൊഡക്റ്റ് നമ്പർ 2 ഇസ് എൻ SPF എക്വലോജിക്. പ്രൊഡക്റ്റ് നമ്പർ 3 ആണ്. ഇതാണ് എക്വലോജിക്കയുടെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇവരത് തന്നെ വേറെയും സൺസ്ക്രീൻ ഉണ്ട്, പക്ഷേ ഞാനിതാ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ആപ്ലിക്കേറ്റർ ആയതിനെക്കൊണ്ട് ഭയങ്കര രസമാട്ടോ ഉപയോഗിക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. ഞാൻ 2 ഫിംഗർ റൂൾ അപ്പം ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും ഇതിടാൻ എനിക്ക് നല്ല ഇഷ്ടം. സാധാരണ ഒരു സൺസ്ക്രീനൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാനിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒലിച്ചിറങ്ങാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ അവസ്ഥ. പക്ഷേ അതൊന്നുമില്ല. ഇതിൻ്റെ സ്കിന്നിനൊരു ചെറിയൊരു ഗ്ലോ തരും, പക്ഷെ ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതേപോലെ വൈറ്റ് കാസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല അടിപൊളി. എൻ്റെ സ്കിന്നിനെ ഇറിറ്റേറ്റേ ചെയ്യാണ്ട് നല്ലോണം എന്താ പറയുക അതിനെ കൊണ്ട് നടക്കുക എന്ന് പറയാം. പിന്നെ ഇച്ചിരി ഒരു സ്മെല്ലുണ്ട്, പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഞാൻ കേട്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതൊരു അടിപൊളി കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് സ്റ്റോറിൽ വാങ്ങിച്ച്. ഇത് 450 കാണിക്കുന്നുണ്ട്, പക്ഷെ അത്രയൊന്നും നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. നൈക്ക, പേർപ്പിൾ പോലെയുള്ള ആപ്പിലൊക്കെ വാങ്ങിച്ചാൽ ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടും. ഇതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു ഇപ്പോൾ. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എക്വലോജിക്കയുടെ സൺസ്ക്രീൻ ഇതെന്താ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. പപ്പായ ആൻഡ് വിറ്റമിൻ സി ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഇല്ലേ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ഹാവ്. ഇത് ബോയ്സിനും ഫോളോ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ അധിക പേരും പുറത്തൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെ എസെൻഷ്യൽ ആണ്. ആൻഡ് ബോയ്സിന് ഈ സൺസ്ക്രീൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ബിക്കോസ് ഞാൻ എൻ്റെ മെയിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് ആൻഡ് ദേ ഹാവ് ഗോട്ട് എ വെരി ബെസ്റ്റ് റിസൾട്ട്.
ഇനി നമ്മളൊരു കുട്ടി സാധനം കൂടി പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക്. പ്രൊഡക്റ്റ് പറയുമ്പം ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതിട്ടാൽ നല്ലതാണ്. മെന്നിന് ഇത് ഓക്കെയാണ്, പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഡീകൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ വിഷ് കെയർ അതിൻ്റെയൊക്കെ ലിപ് ബാംസ്. പക്ഷേ ഇത് ഗേൾസിന് ഇത് സൂപ്പറാണ്. കാരണം എന്താ പറയുക, ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഞാൻ ഇതിടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ വലിയ ഇഷ്ടമില്ല. കാരണം ഇത് അത്യാവശ്യം ടിൻറ്റഡ് ആണ്, അതേപോലെ ഒരു ഗ്ലോസി ലുക്കും തരും. അപ്പോൾ ലിപ്സ്റ്റിക്ക് ലിപ് ഗ്ലോസ് ഒക്കെ ലാഭം. അതേപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ നല്ല നറിഷും ചെയ്ത് വെക്കും. കുറേ നേരം സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഇറ്റ് സ്മെൽസ് ലൈക്ക് ചോക്ലേറ്റ്. തിന്നാൻ തോന്നും, നല്ല മധുരം. ഞാൻ തിന്നാറുണ്ട്. സോ ഈ 3 പ്രൊഡക്ട്സാണ് എൻ്റെ സ്കിന്നിതാ. ഞാൻ സാധാരണ എനിക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ ഞാൻ ഫുൾ ലിപ്സ്റ്റിക്കും ബ്ലഷും മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും വേണ്ട. ഈ 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു സമാധാനമാണ്. പിന്നെ മോയ്സ്ചറൈസർ, ഓയിൽ ആക്നെ പ്രോൺ സ്കിന്നിന് മോയ്സ്ചറൈസർ വേണോ ചോദിച്ചാൽ വേണ്ടി വരും. കാരണം എല്ലാവർക്കും മോയ്സ്ചറൈസർ വേണ്ടതാണ്. പക്ഷേ എനിക്കൊരൊറ്റ മോയ്സ്ചറൈസർ നല്ലപോലെ വർക്കൗട്ട് ആയില്ല. അതിൽ ഞാൻ ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ട് കാണാം. അതെനിക്ക് നല്ലൊരു ബെസ്റ്റ് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും. ഓക്കെ. ഇവിടെ വന്ന പിമ്പിൾസൊക്കെ ഈ ഒരു ചില ലിപ് ബാം കാരണമായിരുന്നു. ബിക്കോസ് ചില ലിപ് ബാം നമ്മളെ സ്കിന്നിൻ്റെ ഇവിടേക്കൊക്കെ ആ ഒരു ഇതിറങ്ങിയിട്ട് ഇവിടെയൊക്കെ പിമ്പിൾസ് വരാൻ കാരണമായിട്ട്. അങ്ങനെ എനിക്ക് ഇവിടെയൊക്കെ പിമ്പിൾസ് വരാൻ കാരണം ചിലപ്പോൾ എൻ്റെ പഴയ ലിപ് ബാം ആയിരിക്കും. ഈ ലിപ് ബാം പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഓക്കെ, ഈ 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീക്ക്ലി ട്വൈസ് നിങ്ങൾ മുൾത്താണി മിട്ടി ഇട്ടിട്ട് മുൾത്താണി മിട്ടി കുറച്ച് വെള്ളത്തിൽ കലക്കോ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ കലക്കോ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതും നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ചെയ്യും. കാരണം ആമസോൺ നൈക്കയിലൊക്കെ കിട്ടുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മുൾത്താണി മിട്ടി വാങ്ങുക. ഞാൻ സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് മുഖത്തൊന്ന് തേച്ച് അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആകുമ്പോൾ അപ്പോൾ തന്നെ വെറ്റ് പാഡോ അല്ലെങ്കിൽ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും. അത് നമുക്ക് നല്ല റിസൾട്ട് തരും. ഡെയിലി ഇടണമെന്നൊന്നുമില്ല. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് വർത്താനൊന്നും പറയാൻ നിൽക്കരുത്, നിങ്ങളെ സ്കിന്ന് വലിയും. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ ഓയിലും സെബം പ്രൊഡക്ഷനൊക്കെ കുറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ ടാനും റിമൂവ് ആവും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്തത് വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജങ്ക് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുക. ഞാൻ അതിൻ്റെ വലിയ ആളാണ്. വെറുതെ ചായ കുടിക്കുമ്പോൾ കൂടെ കഴിക്കാൻ ലോഡഡ് ഫ്രൈസ് അങ്ങനെ ഉണ്ടായ ആളാണ്. പക്ഷെ ഞാൻ ലോഡഡ് ഫ്രൈസ് കഴിക്കുന്നത് കുറച്ച്, അതേപോലെ ചില ഷോപ്പിലത്തെ ഭയങ്കര ഓയിലൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതും ഞാൻ നിർത്തി ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് കുരുവൊക്കെ വരുന്ന എത്രയോ കുറയും. നിങ്ങളുടെ സ്കിന്നിനും ബോഡിക്കും വളരെ ഹാം ഉണ്ടാക്കും. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് വരെ ആവാൻ കാരണം അങ്ങനത്തെ ഫുഡായിരുന്നു. കാരണം എൻ്റെ 19 ഇയേഴ്സിൽ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. ദാറ്റ് വാസ് ദ ഓൺലി ഫസ്റ്റ്. ആൻഡ് അസുഖം കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയി 1 വീക്കോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. ഞാൻ ഭയങ്കര സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം അതൊന്നും വരാണ്ട് നിൽക്കാൻ നിങ്ങൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്യും. ഞാൻ ജിമ്മിൽ ചേർന്നുണ്ടായിരുന്നു അതിന് ശേഷം. അങ്ങനെ പിന്നെ സ്വെറ്റ് ആകുമ്പോഴും നമ്മൾ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങളപ്പം ഞാൻ പ്രൊഡക്ട്സ് പറഞ്ഞു, എന്തൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് പറഞ്ഞു. അതേപോലെ നിങ്ങൾ ഹെയർ കെയർ ചെയ്യണം. ഹെയറിൻ്റെ അകത്ത് ഡാൻഡ്രഫും ഇതും ഒക്കെ വെച്ചിട്ട് ബെഡ്ഷീറ്റും മാറ്റാണ്ട് കിടന്നാൽ നിങ്ങളുടെ ഇവിടേക്ക് കുരു വരും. അതൊരു കാരണമുണ്ട്. അപ്പോൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുക. ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അതേപോലെ ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇവിടെ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ ഹെയർ കെയർ നന്നായിട്ട് നോക്കുക. ബെഡ്ഷീറ്റ് മാറ്റുക, പില്ലോ കവേഴ്സ് മാറ്റുക. പിന്നെ നിങ്ങളെ ഫേസിന് മാത്രമായിട്ട് ഐദർ യു ക്യാൻ യൂസ് എ ടവൽ ഓർ യൂസ് എ ടിഷ്യൂ. ഇത് മാത്രം യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ മേത്തടിക്കുന്ന ബാത്ത് ടവലൊന്നും എടുത്തിട്ട് നിങ്ങളെ ഫേസിൽ വൈപ്പ് ചെയ്യാതെ നിൽക്കുക. നിങ്ങൾ ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐദർ യു ക്യാൻ യൂസ് എ ടവൽ ഫോർ യുവർ ഫേസ് ഓർ എ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുക. വാട്ടർ ഭയങ്കരമായിട്ട് അങ്ങനെ ഉരച്ചെടുക്കരുത് വെള്ളം. അങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അത് ഡ്രൈ ആയിക്കോട്ടെ, അതായാലും ഓക്കെയാണ്. പക്ഷേ ഐ തിങ്ക് അതിനായിട്ടൊരു സ്പെസിഫിക് ആയിട്ടൊരു ടവൽ വെക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ ഒരു ടവൽ വെക്കാറുണ്ട്. സോ അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ചില കോസ്മെറ്റിക്സ് ഒന്നും നമ്മളെ സ്കിന്നിന് പറ്റില്ല, ഓയിൽ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക്. അപ്പോൾ നമ്മൾ അത് മാക്സിമം ഒഴിവാക്കാം. കാരണം ഈ മേക്കപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോസിന് ഭയങ്കര തിക്കായിട്ടുള്ള ക്രീംസൊക്കെ നമ്മളെ പോസിനെ ഇങ്ങനെ ക്ലോഗ് ചെയ്യും. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മേക്കപ്പ് കുറച്ച് കുറയ്ക്കാം.
പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക, പിന്നെ എന്താ ഞാൻ പറഞ്ഞ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സ്കിൻ ഉണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്. ആൻഡ് ഈ സ്കിന്ന് കിട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലത് പറയണം, ചീത്തതാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ചീത്തതാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും നിങ്ങളെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണിത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, എനിക്കിതിപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അധികം പേരും പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. ബിക്കോസ് ഐ തിങ്ക് യു പീപ്പിൾ ആർ സഫറിങ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് യു പീപ്പിൾ ടു സഫർ ബിക്കോസ് യു ആർ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആവണം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഗോണ ഹെൽപ്പ് യു. So please do like, share and subscribe. Bye.